ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വരട്ടിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ബീഫ് 1.5 കിലോ, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി. 1.5 കിലോ ബീഫിന് 250 ഗ്രാം ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറുനാരങ്ങ, മല്ലിപ്പൊടി, ഗരം മസാല. നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അപ്പോഴേക്ക് ആയിക്കോളും. നമുക്ക് ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പകുതി നാരങ്ങയുടെ നീര്, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ ഒരു 10 വിസിൽ വെച്ച് വേവിച്ചെടുക്കും. ഇപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിതെങ്ങനെ വരട്ടിയെടുക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നെയ്യ് കൂടിയ ബീഫായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉപ്പും ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുന്നതിന് ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ചേർക്കാം. എന്നിട്ട് കൂടിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ചാറൊക്കെ വറ്റുന്നത് വരെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കൂടിയ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബീഫ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കാം. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക്